ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂറിയായിട്ട് ഹാർഡ് കോർ കംപ്ലീറ്റ് ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ട്രൈ ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. സൂറിൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അവിടെ വല്ല അയണും ഇരിപ്പുണ്ടോ ആ കല്ലിൻ്റെ ഇടയിൽ? നമുക്ക് എന്തൊക്കെ ചെയ്താലും എങ്ങനെ വന്നാലും വില്ലേജ് കണ്ടിട്ടും വില്ലേജ് കണ്ടുപിടുത്താൽ പാതി നമ്മൾ രക്ഷപ്പെട്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് നമ്മൾ വില്ലേജ് ഒന്നും കിട്ടാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ പണി തന്നെയാണ്, നല്ല പണിയായിരിക്കും. 5 ഇതാണ് കിട്ടിയേക്കുന്നത്, അത് 20 ആക്കി ഇതെടുക്കണം. പിന്നെ 2 വടി പിന്നെ ഒരു ക്രാഫ്റ്റ് മതി, ബാക്കി 12 എണ്ണം ഉണ്ട്. ഇതും എടുത്തതിന് ശേഷം ഒരു സോഡ്, ഒരു ആക്സ്, അതാ 3 ആക്സ് വാങ്ങി. ഇതിരി 3 ആക്സ്, ഒരു പിക്കാസ് വേണമായിരുന്നു. പിന്നെ പിക്കാസ് നമുക്ക് പിന്നെ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കാം. തൽക്കാലം ഇപ്പം നമുക്ക് പശുവിനെയും കുശുവിനെയും കൊല്ലാം. ഈ മൊണ്ണാളുണ്ടാവും, നാറുക്കളിങ്ങനെ കൊന്ന് അതിൻ്റെ മീറ്റ് എടുക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഇതാണ്, തിന്നാൻ കണ്ടുപിടിക്കണം. പിന്നീട് വില്ലേജ് കണ്ടുപിടിക്കണം. ഏതോ അമ്മേ നായിൻ്റെ ഞാൻ ഒന്നും ആക്കൂലേ, കാരണം നായി ഡേഞ്ചറാ. ഇങ്ങോട്ട് കടിക്കാൻ പറ്റില്ലല്ലോ, അത് കുഴപ്പമില്ല. ആകെ ഒരു മീറ്റാ ഉള്ളൂ. പിന്നെ നമുക്ക് എങ്ങോട്ട് പോകുന്ന ഇവിടെ വേറൊരു പന്നിക്കുട്ടീനെ ഇവിടെ ഞാൻ കല്ല് കണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയിട്ട്. ഇതൊരു കുയ്യാണ് ഗൈസ്, കുയിലോട്ട് കീയാണോ? അയൺ ഉണ്ട്, അയൺ ഒരു തീട്ടോ ഇല്ല. നമുക്ക് പിന്നെന്താ മെയിനായിട്ട് വേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് വേണം. എന്ത്? പറഞ്ഞു തീർന്നിട്ടില്ല, അപ്പത്തേക്ക് ഇതേ വന്ന്. ഓടരുത്. 3 ഒരേ കളർ തന്നെ വേണോ എന്ന് പറഞ്ഞാൽ വെള്ള തന്നെ വേണോ? വെള്ള കളറില്ല, ഒരുത്തം കറുപ്പനാ. ദൈവമേ, ഇപ്പൊ ഞാൻ വെള്ളേരെ എവിടെ പോയിട്ട് കണ്ടുപിടിക്കുക? 2 എണ്ണം കൂടിയേ വേണ്ടു. ഈ മരം ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നടോ. ഇവിടെ വെള്ളം ഉണ്ടാവും, ഇവിടെ എവിടെയാ വെള്ളം ഉണ്ടാവുക? വെള്ള ആടാടോ? ഇത് ആടെന്തോ ഉണ്ട്, അതാടല്ലേ? ഇത് പോയി എന്നോടാ, ചതിച്ചു എന്നെ. അവർ എന്നെ ചതിച്ചു വിട്ടു. ദൈവമേ, രാത്രിയാവൂ. പണി വാളിയല്ല, പാളിന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കല്ല് വേണോ? കല്ലില്ലാണ്ട് നടക്കൂല. അത് ആടക്കുറെ കല്ലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഹാർഡ് കോർ ഡോൺ തൽക്കാലം ഇപ്പൊ വിശപ്പ് ചെയ്യണോ? എനിക്ക് പേടിയാ. മുങ്ങരുത് മണ്ടേക്ക് ആടാ. പണി വാളിയിട്ടില്ല, അത്രേ ഉള്ളൂ. ബ്രോ കേറി ഇതെത്ര പെട്ടെന്ന് വിശപ്പാവുന്നേ. ഒരുമാതിരി പട്ടി പരിപാടി കളിക്കല്ലേ. ഞാനത് തിന്നൂടി ഒട്ടീരി. കല്ല് കിട്ടി നമുക്കിനി. കല്ല് പൊട്ടിക്കാൻ വയ്ക്കാത്തല്ല, ഞാൻ എന്തിനോട് നേരത്തെ 3 ഇതുണ്ടാക്കിയ പണി കിട്ടി. 4 എണ്ണമായി. നമുക്കത് ഇങ്ങനെ വെച്ചല്ല, 4 5 കണക്ക് കൂട്ടലൊക്കെ തെറ്റുന്നു ഗൈസ്. അവിടെ അതൊരു പന്നി, പക്ഷെ അവനെ കൊല്ലണ്ട. അവൻ ജീവിച്ചു പോട്ടെ. ചിലപ്പം ഭാര്യയും ഭർത്താവെല്ലാം ഉണ്ടാവും. ഇങ്ങനെ കയറി കൂടും. 4 എണ്ണല്ലേ ഉള്ളു. ഇങ്ങനെ പോവുക. ഇത് എത്ര വലിയ മലയാടാ ഇത്? തീരൂല ഇത്. വില്ലേജ് അവിടെ ഇനി പേടിക്കാനില്ല. കിട്ടി മോനെ. അവന് ഒന്നുമില്ല. ഇനി ഒരു കാരണവശാലും എനിക്ക് പേടിക്കാനായിട്ട് ഒന്നുമേ ഇരിക്കില്ലടാ. ഇന്നെല്ലാം കൊല്ലണോ? എനക്കിന്നെ കാണാം. ബ്രോ ഞാൻ പറയാലോ, വില്ലേജ് കിട്ടിയിട്ടുണ്ടെ പിന്നെ ഒന്നുമില്ല. ബെഡിന് പിന്നെ ആടിനെ കൊല്ലേണ്ട ആവശ്യമില്ല. എടാ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഫ്രീ ഫയർ ആണ്. അത് ഞാൻ അടക്കിടച്ച് ഇങ്ങനെ ഇതിൽ ഞെക്കിക്കൊണ്ട് എന്തത് അത് എടുത്ത സാധനത്തിൽ തന്നെ.
ഈ ചങ്ങായിൻ്റെ ട്രേഡ് ആക്കി വെക്കാം. ട്രേഡില്ലേ? ട്രേഡ് ഏടിയാടെ കയറിപ്പോ നിന്റെ ഓൾ ഉണ്ടാടാ. 5 എമറാണ്ട് കൊടുത്ത് എന്താ കിട്ടാൻ സാധനം തരും. ഇതിനാടാ ഈ മണ്ണ സാധനം തന്നിട്ടില്ല. നമുക്കിപ്പോൾ ചെയ്യേണ്ടത് വില്ലേജസിനെ തൂറിപ്പിക്കാൻ തുടങ്ങണം. എൻ്റെ ഒലക്കേൻ്റെ 2 ബ്രെഡ് ഉണ്ട്, 2 അല്ല 3. ഇതൊക്കെ എടുത്ത് മാറ്റിയേക്ക്. ബ്രെഡ് ഇവിടെ കേവെല്ലാം ഉണ്ട്. എടാ ഇത് ഇവിടെ 1 സെറ്റപ്പ് കേട്ടാ. ഉണ്ടാ കേവ്. ഇത് കേവല്ല. ഇപ്പോഴേ ചെയ്യണ്ട, എൻ്റെ ഒരു മിണ്ണാക്കൂല്ല. നിങ്ങളൊരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാ സാധനവും വുഡൻ്റെ സാധനം വെച്ച് കേവ് ഫൈറ്റ് നടത്തണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളതൊന്ന് കമൻറ്റ് ഇട്ടാൽ നമുക്കത് എന്തായാലും എടാ പിക്കാക്സ് മരോ വില്ലേജസ്. ഐ ഡോണ്ട് ലൈക്ക് ടു മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് പറയാൻ അറിയാത്തതുകൊണ്ടേ. I don't like to broke it, but I broke. I want a pickaxe. That problem because I stretched you. Sorry. Okay, നമുക്കിനി ഇത് പൊട്ടിക്കാം. കുറച്ചധികം വേണം. നമുക്ക് അയണൊക്കെ എടുക്കാനല്ലേ. ഇടയിലടാ അയണുണ്ടായേ. ഇവിടെ ആണല്ലോ അയണ്ടായി. എവിടെ പോയി? ഇവിടെ. ഇപ്പം എത്ര മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട പറയുകയാണ്. ഇത്ര പോരാ. ഇത്രയെല്ലാം മതി തൽക്കാലം. നമുക്ക് മരത്തിൻ്റെ വടി ഉണ്ടാക്കണം. വടി ഉണ്ടാക്കിയിട്ട് വടി ഉണ്ടാക്കും. ഒരു 4 കൂടി ആക്കാം. കുന്തമൊന്നും വേണ്ട. ഒരിതും മാത്രം നമുക്ക് മതി. ആൻഡ് മൊണ്ണച്ചാതനമൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് കിണ്ണങ്ങാച്ചി സാധനം അത് 2 ഉണ്ടാക്കി. ഇനി ഞാൻ എന്തിനാണ് ഇത് 2 ഉണ്ടാക്കിയത്? ഇപ്പം തൽക്കാലം ഇത്രയേ വേണ്ടു. ദെൻ നമുക്ക് ഇവിടെ അയൺ ഇരിപ്പുണ്ട്. നമുക്കിതങ്ങ് കൊത്തിയെടുത്തേക്കാം. 3 എല്ലാം തോന്നുന്നൊരു പിക്കാക്സ് ഉണ്ടാക്കാനേ ഉണ്ടാവും ചിലപ്പോൾ നല്ലതാണ്. വേറൊന്നും ഞാൻ കാണുന്നില്ല. ഒരു പിക്കാക്സ് ഉണ്ടാക്കണ്ട തന്നിട്ട് ഇതിനാടാ കൊതിപ്പിച്ചിട്ട്. ഇങ്ങനെ ആരെയും കൊതിപ്പിക്കോടാ നിങ്ങൾ? ഞാൻ പറയാ ഇതിൻ്റെ അടുത്തൊരു വില്ലേജ് ഉണ്ട്. എന്നത് കറുത്ത സാധനവും ബ്രോ. നമുക്കിനി ഡോങ്കി. അവിടേക്ക് ഏറ്റവും ഇഷ്ടം ഡോങ്കിനെയാണ്. കാരണം ഡോങ്കിക്കാണ് ഇതിനകത്ത് ഏറ്റവും വിവരം ഉള്ളത്. കാരണം നമ്മൾ ഓടിക്കൊണ്ടുപോക്കും. എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിത്തരൂ. അങ്ങനെയെല്ലാം ഉള്ള സാധനമാണ് ഈ ഡോങ്ക്. പിന്നെ പണ്ട് തൊട്ടേ മനുഷ്യന്മാർ അതിനെ കൊല്ലിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഡോങ്കിക്ക് നമ്മളോട് ഒരു വെറുപ്പൊക്കെ ഉണ്ട്. എമറാൾഡ് വില്ലേജസ് ഒന്നും തോന്നരുത്. ഒന്ന് കട്ടെടുത്തേ ഉള്ളൂ ബ്രോ. ഇതാണ് എനിക്ക് വേണ്ടത്. വീറ്റ്. ഐ വാണ്ട് വീറ്റ്. ഡോണ്ട് വറി. നിങ്ങൾ ഇതൊന്നും തിന്നേണ്ട പ്രായമല്ല. അതുകൊണ്ടാണ് ഞാൻ കൊത്തിയെടുത്തത്. അല്ലാണ്ട് എനിക്ക് നിങ്ങളെ സാധനമൊന്നും കട്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ലേ. നമുക്ക് വീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ മാക്സിമം പോവുകയാണെങ്കിൽ 10 മിനിറ്റ് അല്ല, ഒരു 20 മിനിറ്റെങ്കിലും ഉണ്ടാവും. ചങ്ങായിമാരെ നോക്ക്. എടാ എനിക്ക് എന്നെ കൊല്ലണം എന്നില്ല, പക്ഷെ ഞാൻ കൊല്ലൂല. എനിക്ക് പേടിയാ. അതായത് ഒരു അയൺകോളത്തിനധികം കൊല്ലലില്ല. ചെറുതൊക്കെ പേടിയാ. ഈ വീട്ടിലെന്തെങ്കിലും ഉണ്ടാവോ? ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടാ. ഇതിലൊന്നും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാവും. എൻ്റെ ക്ലേ കൊണ്ടായിട്ടിനാടെ ഈ സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാടിത്? സ്റ്റോൺ കട്ടറാ. കണക്കൊന്നും പ്രത്യേകിച്ച് കിട്ടിയിട്ടില്ല. ഇരുടായി. ദൈവമേ. കേറി വേഗളവേ മാറിക്കേ. മാറിക്കട വാതിൽ കൂട്ടിട്ട് ഒന്നാം ചെന്ന ആടെ പോട്. ഇപ്പോ ഇന്നെ സോംബി അടിച്ച് കൊല്ലട്ടെ. കുറങ്ങ് കടന്നിട്ട്
You didn't want to think that. ഇനി മരക്കഷ്ണം വേണം. അപ്പോൾ മരക്കഷ്ണം എടുക്കാനായിട്ട് ആക്സ് വേണം. ആക്സ് എടുക്കുക, കൂടെ ഒരു ബ്രെഡും തിന്നുക. ക്രാഫ്റ്റിംഗ് ടേബിൾ അടിയിൽ വെച്ച് പറഞ്ഞേരം എനിക്ക് അതിൻ്റെ അടിയിൽ പോയി അത് എടുത്തിട്ട് വരണ്ടേ. അവിടെ ഞാൻ ഇവിടെ തന്നെ കുറച്ച് വില്ലേജേഴ്സ് നോക്കി നിൽക്കല്ല, എനിക്ക് സങ്കടമാകുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലാനുള്ള ചാൻസ് കൂടുതലാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എമറാണ്ടിന്റെ പിക്കാസും മറ്റേ ഇതിലും വരണേ നല്ല രസം. 99+ ഐറ്റം ബീറ്റ് ഉണ്ട് കഴിച്ച് നമ്മളെ കയ്യിൽ. അവിടെ നമുക്ക് ഇഷ്ടംമാതിരി ബ്രെഡ് ഉണ്ടാക്കാം. ഓക്കെ, ബ്രെഡ് 42 ബ്രെഡ് ആക്കാൻ പറ്റൂടാ. അതെന്തൊരു പരിപാടിയായി പോയി. 28 ബാക്കിയും 22, 21, 20, 19 ബാക്കിയായി. ഓക്കെ, 18. ഇതിൽ പോകുന്ന അത്ര തന്നെയാണ് അതിലും കാണിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വീട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട് എത്ര എണ്ണം കിട്ടും എന്ന് അറിയാൻ പറ്റും. അത് നല്ലൊരു ഐഡിയ ആണ്. 44 എണ്ണം അല്ലേ ഉണ്ടായേ, ഇങ്ങനെ 43 ആയേ ബ്രോ. പക്ക പറ്റിപ്പ്. എനിക്കെന്നെ എങ്ങനെ കൊല്ലണ്ട അറിയില്ല. ഞാൻ എപ്പോഴേ കൊന്നിട്ടുണ്ടാവും. സാധനമുണ്ട്. അടിച്ചു ഇടാ ബാക്കോട്ട്. ഓടാണ്ണാച്ചി, എനിക്കിന്നെ കൊല്ലാൻ അറിയാം. എന്നോട് ആരെയും പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ കയറേ. ഏവനെ എന്താടാ ദേഷ്യം വരുന്നുണ്ടോ? കൊല്ലണാടാ എനിക്ക് കൊല്ലണാടാ. വിടുന്നില്ല ഞാൻ. നോക്കണ്ട, സങ്കടപ്പെട്ട് നോക്കുന്നത്. കുതിരയെ അതങ്ങാനും തിന്നിക്കണ്ട. അടിച്ചിട്ടിന്റെ മൊത്തം അടിച്ചാൽ തിരിക്കും. കിട്ടി. യെസ്, കുതിര നിങ്ങൾ വീട്ടിൽ പോട്. എന്നാ വീട്ടിൽ കയറിക്കോ. എല്ലാരും അവരവര് വീട്ടിൽ പോട്. എത്ര വലിയ കിണരാ. ഇതിന്റെ അകത്തങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞോട്ടാ. എന്നിട്ട് വീപ്പിച്ചാ പോരെ ബ്രോ. പൊട്ടിക്ക്, വേം പൊട്ടിക്ക്. കീയണം. കീനു. വെള്ളം ലീക്കാക്കി വേണ്ട. പാവ ആൾക്കാരാടാ. ആര് പാവ ആൾക്കാർ? ഞാനല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. നമുക്കിപ്പോ ഇപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? പിക്കാക്സ് അല്ല, നമുക്ക് ആക്സ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ഒരാളല്ലേ വേണ്ടു ഇതുണ്ടാക്കാൻ. ഇങ്ങോട്ട് എടുക്ക് കുറച്ച്. ഞാൻ എന്തിനാ ഈ വില്ലേജേഴ്സിന്റെ എല്ലാം കട്ടെടുക്കുന്നത്? 8 എണ്ണായി. അതെല്ലാം മതി, ഒരു ഷീൽഡ് ആവും ബ്രോ. അപ്ഗ്രേഡ്, നമ്മൾ അപ്ഗ്രേഡേഷൻ നോക്കണേ. നിങ്ങളൊന്ന് ആലോചിക്കണമേ. നമ്മളിപ്പോൾ ഇതാ ഷീൽഡും ഒരു അയൺ ആക്സ് ബ്രോവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കിട്ടാനായിട്ടില്ല. നമുക്കിനി കുറച്ച് അയൺ കൂടി വേണം. 3 അയൺ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഇത് വെച്ചൊരു പിക്കാക്സും കൂടി ഉണ്ടാക്കിക്കൂടെ? അതിന് കല്ല് വേണോ? സ്റ്റോൺ. കട്ടെടുക്കാനേ എനിക്ക് ഇനി വഴിയുള്ളൂ. അതുകൊണ്ടാണ് വില്ലേജേഴ്സ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇതൊന്നും കട്ടെടുക്കുന്നതല്ല. എനിക്ക് എന്തായാലും വേറെ വഴിയില്ല. അപ്പം നിങ്ങളിതെല്ലാം കട്ടെടുത്താലേ നടക്കുള്ളൂ ബ്രോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ആടാം. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ആടാം. ഒരു ഫർണേസ് ഇവിടെ വെക്കുക. ഇവിടെ വെക്കുക. ഇതിവിടെ കയറ്റുക. ഇതിവിടെ വെക്കുക. ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 എണ്ണേ ആഴ്ച നമ്മളതിലുള്ളൂ. നമുക്കൊരു മണി അടിച്ചിട്ടാലോ കുറച്ച്. അതിൻ്റെ ഉള്ളിൽ പോകല്ലേ. നല്ല രസമുണ്ട്. ആ ചങ്ങായിന്റെ വീടൊക്കെ പാവം. അതിന്റെ താരൊക്കെ കയറിയിരിക്കുമ്പോ പാവം ചങ്ങായിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. എടാ ആ പാവ് പ്ലീസ്.
அந்த பயு இருக்கணும் பயு. എനിക്ക് വേറെ വഴിയില്ല ഗൈസ്. ഞാനൊക്കെ പിന്നെ അങ്ങ് പോയി മുറിക്കാനൊന്നും കഴിയില്ല, അതെല്ലാം തന്നെ വയ്യ. അതുകൊണ്ട് തന്നെ പിന്നെ വടി കുറെ ഉണ്ടാക്കി വെക്കാം, എന്തെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യം വരും. പിന്നെ വേറെയും കുറെ ആഴ്ചയെല്ലാം ഉണ്ട് ബ്രോ, അതിനൊക്കെ വടി വേണം. പിക്കാക്സ് റെഡി ആയിട്ട്. ഞാൻ പുതിയ പിക്കാക്സ് ഇപ്പോൾ ഒന്നും ഉപയോഗിക്കില്ല, മറ്റേ ഡയമണ്ടും കൂയമുണ്ടെല്ലാം കൊത്തിയെടുക്കാനേ ഉപയോഗിക്കും. നമ്മളിപ്പം ഫുൾ സെറ്റപ്പ് ആയോന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല, ഇതിൻ്റെ പകുതി പോലും നമ്മളായിട്ടില്ല. ഫുൾ സെറ്റപ്പ് പറഞ്ഞാൽ നെതറൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ TNT എല്ലാം ഉണ്ടാക്കണം. അതൊക്കെ നല്ല ഹാർഡാണ്. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. ലിസാൻഡ്രോ മാർട്ടിനസ്, അത് ഞാൻ ഇപ്പോൾ പറഞ്ഞേ. അതിനാണ് ഞങ്ങൾക്കെന്ത് പേരാന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ പറയുന്നുണ്ട്. വിവരദോഷി ഞാൻ തന്നെ, നിങ്ങളൊന്നും പറയൂല. കാരണം നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ച് ജസ്റ്റ് നമുക്കിനി ഒരു ഐറ്റം കൂടി ആവശ്യമുള്ളൂ. അതും കൂടി ഉണ്ടാക്കി തീർന്നാൽ നമ്മൾ ഇതിൻ്റെ ഹാഫിൻ്റെ ആവും. അതെന്താന്ന് ചോദിച്ചാൽ വീട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ വില്ലേജ് ഉണ്ട്. ഓക്കെ, ചത്ത്. നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി ആസ്വദിച്ചും വരാം. അവിടെ ആയിട്ടൊരു കേവ് ഞാൻ കാണുന്നു, നമുക്ക് അങ്ങോട്ട് കയറണോ? ഇപ്പൊ അയൻകോളത്തിന്റെ ആത്മാ വീട് ഉണ്ട് കേട്ടാ. അയൻകോളത്ത് ഇങ്ങനെ അന്നെ നോക്കിക്കുന്ന പോലെയാ കണ്ടി. ഇവിടെ നിർത്തി ചാടിയാലോ? ഹാഡ്കൂറാന്നുള്ള ചിന്തയിലും വേണം കളിക്കുമ്പോ. പക്ഷെ ഞാനത് ചിന്തിക്കുന്നില്ല, അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. കാരണം എനിക്ക് അത്ര ദൂരത്തൊന്നും പോകില്ല, കാരണം അത്ര ദൂരത്ത് പോയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാനില്ല. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു കേവ് ഉണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ കുഴിച്ചിട്ടൊക്കെ പോവാം, പക്ഷെ എനിക്ക് പേടിയാ. അതാ കിടക്കുന്ന ഒരു കേവ്. ടോർച്ചില്ലാണ്ട് പോറത് ഡേഞ്ചറാ എന്ന് പഴയ ആൾക്കാർ പറയും, പക്ഷെ നമ്മളതൊന്നും മൈൻഡാക്കൂല. ചാവൂ, ഉള്ളിൽ പോയാൽ ചാവൂ. അയണല്ല, എനിക്ക് കോളും കൂടി വേണം. കോളിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നില്ല. അതിൻ്റെ ഉള്ളിൽ വെളിച്ചുണ്ടല്ലോ, ഇതിൽ കുഴിയൊന്നല്ലല്ലോ ബ്രോ. ഇതെന്താടാ, എന്തെന്നാ ഈ വെളിച്ചം വരുന്നോളി? ലാവ ഉണ്ടാ? ഒന്നും വെക്കാൻ പോലും പറ്റുന്നില്ല. ആരാത്? ദൈവമേ, പൂട് വേ ഓടിക്കോ. അവിടെ എന്തെല്ലോ സാധനം ഉണ്ട്, പ്രേതാന്ന് തോന്നുന്നു. പോളാകെ 2 കിർണിയുള്ളൂ, അല്ല 2 അല്ല 3. 3 കിർണീനെ തന്നിട്ട് ഇങ്ങനെ പറ്റിക്കരുതാരെ. ഈ പൊട്ട ഗെയിമിനെ ഞാൻ ഇങ്ങോട്ട് വന്ന്. നമുക്ക് എന്തായാലും ഇപ്പൊ ഒന്നും ഗെയിം പോണ്ട, കാരണം എന്താ പറഞ്ഞ അടുത്ത എപ്പിസോഡാണ് നമ്മുടെ എല്ലാം സ്റ്റാർട്ട് ആവുന്നത്. നമ്മളതിൽ ശബൽ വരണ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ നമ്മളതിൽ വലിയ ഒരു ഐറ്റം ഒന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഡൈനാമേഷൻ ഉണ്ടാക്കാം. ഇവിടെയല്ല, ഇവിടെ. ഇതാണ് ഗൈസ് എൻ്റെ ഡൈനാമേഷൻ സ്റ്റാർട്ടിങ്. ഡൈനാമേഷൻ എത്ര വണ്ണുണ്ടെന്ന് ചോദിച്ചാൽ നല്ല വണ്ണുണ്ട്. ഇങ്ങനെ കയറ്റി അങ്ങ് കൊണ്ടുപോകണം ഗൈസ്. 20 മിനിറ്റ് ഒന്നല്ല 25 മിനിറ്റൊക്കെ ഉണ്ടാവും ഗൈസ് ഈ വീഡിയോ. നമ്മൾ മാക്സിമം ഈ വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇനി സാൻഡ് കണ്ടുപിടിക്കാൻ പോകണം, അങ്ങനത്തെ കുറേ പരിപാടി ഇനി ഉണ്ട്, നിങ്ങളതെല്ലാം അറിയാൻ പോകുന്നേ. അവിടെ ഓട്ട ആക്കുന്നവരെ ഞാൻ കിട്ടും, അതാണ് എൻ്റെ പവർ. നമ്മളെനിക്ക് ഇതിൽ ഡേർട്ട് കൊണ്ടുതന്നെ വേറെയും പരിപാടി ഉണ്ട്, അത് വേറെ കാര്യം. ഡേർട്ടാണ് ഫുള്ള് നമ്മളെ ആയുധക്കളി. നൈറ്റ് അവനെ കുഴപ്പമൊന്നും ഇല്ല ബ്രോ, എൻ്റെ കയ്യിൽ ഇതുണ്ട്. ഓക്കെ,
ഈ ഒരു ഇതും കൂടി പൊട്ടിക്കുക. ഇവിടുത്തെ ഈ 2 പൊട്ടിക്കുക. മതി. ഇനി അങ്ങോട്ട് ദൂരമില്ല. അങ്ങനെയല്ല, ഈ ഉള്ളോട്ടുള്ള ഇതുണ്ടാവും. അത് വർക്കറിയോ. ഇത്ര വണ്ണാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിത്യ കല്യാണി ഏതമ്മ തുളസില. നൈറ്റായി. കിടക്ക് വേഗം കിടന്നുറങ്ങ്. കഥന്നൊതങ്ങ് ഉറങ്ങടാ അണ്ണാച്ചി. ഓക്കെ, നമ്മൾ ഈ ഒരു വീട് ഉണ്ടാക്കുന്നില്ല. നമ്മൾ ഇത്ര തന്നെ ആക്കിയിട്ട് അടുത്ത എപ്പിസോഡിലായിരിക്കും മാക്സിമം ഞാൻ ഈ വീട് ഫുള്ളാക്കുക. ഇപ്പം ആക്കൂല, ഇപ്പം വയ്യ. ഇപ്പം ആക്കുന്നൊരു പ്രതീക്ഷ നിങ്ങളിപ്പം വിട്ടേക്ക്. ഇപ്പം ആക്കൂല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ ആക്കുള്ളൂ. അപ്പോട്ടേക്ക് ഒരു കഷ്ണം കൂടിയേ ഉള്ളൂ. ആടാ നിങ്ങളെ ചെറുപ്പത്തിൽ കിട്ടുന്ന ടോയ്സൊക്കെ കിണറ്റിലോ ഇതിലൊക്കെ കൊണ്ടുപോയിടാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എൻ്റെ പണി അതായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മളിതൊരു 3 നിലയല്ല, 3 നിലന്നോ എന്തൊന്നും ആണോ ഞാൻ പറയുന്നത്. 3 നിലയൊന്നും ഇല്ലേ, സത്യം ഞാൻ വെറുതെ എന്താ പറഞ്ഞു പോയതറിയാണ്ട്. നമ്മളിത് നല്ല ആഴത്തിലല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇതുണ്ടാവില്ലേ, എന്താ പറയുക, കേവിലൊക്കെ ഇങ്ങനെ പോകുന്നൊരു ഇതില്ലേ, ഒരു സെറ്റപ്പ്. ആ സംഭവമൊക്കെ നമ്മൾ ഇതിൽ വെക്കുന്നതായിരിക്കും. ഇത്ര ലോങ് അല്ല നമ്മൾ ശരിക്കും വീട്. എവിടെ ഉണ്ട് ഒരുത്തെ. നമുക്കൊരു പ്രശ്നം, പേടിയാണ് നമ്മുടെ പ്രശ്നം. ആരെയും വരുന്നുണ്ട്, ഷീൽഡ് വെച്ചടിച്ചുമല്ലോ, കുഴപ്പമില്ല. ഞാൻ ധൈര്യശാലിയാണ്. ആക്സ് ഉണ്ട്, ഷീൽഡ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട് നമ്മളതിൽ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ബ്ലോക്ക് ചെയ്യൂ. എടുത്തു. എടാ ഇതെടുത്തോടാ, പറ്റിക്കല്ലേ, അതാറ്റിക്കത്. ഈ ചകയെ നമ്മളത് ആറ്റിക്കുക. സോംബി നമ്മളടിച്ചു അല്ലേ. വേണ്ട, ഈ ഇതുണ്ടാവൂലേ, പേടിയില്ലാത്ത സാധനം ഏതാ? ഈ ഹാർഡ് കോറിൽ മീനൊരു കടി തരും. എന്ന് പറഞ്ഞാൽ മീൻ ഇങ്ങനെ ഒരു നക്കിയാൽ നമ്മളെ ഹെർട്ടിൻ്റെ 1% വെച്ച് പറയും. അത് നമ്മളെ കൊന്നിട്ടുണ്ടെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മീനെ നമ്മൾ എന്തെല്ലാം പറയും. ആ മീൻ ചത്തു വേണം, ആ മീൻ ഒരു കോണത്തിനും കൊള്ളരുത്, ഇതെല്ലാം പറയൂലെങ്കിൽ കള്ളത്തിനും പറയുന്നത്, സത്യസന്ധം പറയുന്നത്. ഓക്കെ, നമ്മൾ വീടിപ്പം ഇത്രയാണ് നമ്മൾ ആക്കുന്നത്. ആൻഡ് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ബെഡും വെക്കാം, ദെൻ ഇവിടെ ഒരു ചെസ്റ്റും വെക്കാം. പിന്നെ വേണ്ടത് ഇത് രണ്ടുമാണ് നമ്മളെ വീട്ടിൻ്റെ ഡെക്കറേറ്റ് കൂട്ടുന്നത്. ഇതിൻ്റെ നടുവിൽ ഫെയർനെസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഒരു കിണ്ണം കാച്ച് വീടൊന്നും ആവില്ല, ചെറിയൊരു വീടാണ്. ഇനി നമുക്ക് ഞാൻ കുറേ സമയമല്ലേ, ഇനി നമുക്ക് നമുക്ക് എന്തെല്ലോ പറയാനുണ്ട് കുറേ സമയമായിട്ട്. ഇനി നമുക്ക് അതാ പിന്നെയും ഓക്കെ. ഇനി അതാ ഓക്കെ. അപ്പം അതിൻ്റെ അർത്ഥം ചെയ്യുവാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിവിടെ ഫുൾ എന്ത് വെക്കുന്നറിയോ, അതൊക്കെ നമ്മൾ അടുത്ത പാർട്ടിൽ അറിയും. നിങ്ങൾ ഈ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത പാർട്ടൊക്കെ ഇടും. ആരും കാണുന്നില്ല, ഇതിലൊരു ഗുണവും ഇല്ല എന്നെല്ലാം പറയുന്നതാണ് ഞാൻ ഇടും. അതൊരു 2 കാണുമെന്ന് നോക്കട്ടെ. എൻ്റെ വീട്ടിൽ കയറരുത്, എൻ്റെ വീട്ടിൽ കയറി ഉറങ്ങിക്കണ്ടേ ഇവൻ്റെ മൊത്തി അടിച്ചാൽ തിരിക്കും. പോടാ അണ്ണാച്ചി, ഒന്ന് പോടാ, അത് നിനക്കല്ലടാ. ഈടെയാണ് നമ്മുടെ നാക്കാണ്ട് മര്യാദയ്ക്ക് പോകണം, അല്ലെ ഞാൻ എന്നെ കുയി തള്ളിയിടും. അവിടെ ചങ്ങായിക്ക് വിവരവും വിദ്യാഭ്യാസവും വന്നെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഇപ്പം നമുക്കിതിൻ്റെ മണ്ടേ കയറണം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ വെക്കാം. ദെൻ ഇനി ബാക്കി നമുക്ക് അടുത്ത പാർട്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഈ പാർട്ട് അതാ ഇപ്പം എടാ പൊടുവേം പൊടും. എൻ്റെ ബാക്കിൽ എവിടെയും ഉണ്ട് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ എന്തായാലും ഇപ്പം നിൽക്കുന്നത്. കാരണം സോംബി മക്കൾ എന്നെ വന്ന് കൊല്ലാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കിടുക്കാച്ചി ഇതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും.
ഒന്ന് ഹൈപ്പും സബും ലൈക്കും ചെയ്യണേ. നിങ്ങൾക്കത് ഒന്നും നഷ്ടം ഉണ്ടാവില്ല. എനിക്കത് സപ്പോർട്ടാണ്. ഞാനിപ്പോൾ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങുന്നതായിരിക്കും ഗൈസ്.